സോ ഗൈസ്, നിങ്ങൾക്കറിയാമോ നമ്മുടെ വൺ പീസ് എൽബാഫാർക്ക് തുടങ്ങിയതിന് ശേഷം 6 ഡെവിൽ ഫ്രൂട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാം വളരെ ബ്രോക്കൺ ആയിട്ടുള്ള എബിലിറ്റീസ് ഉള്ളതാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുമാത്രമല്ല, നമ്മുടെ 30 ഡേയ്സ് ചാലഞ്ചിൻ്റെ 16th ഡേ ആണിന്ന്. നമ്മുടെ ചാനലിന് ഇപ്പോൾ ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 10K ആവണമെങ്കിൽ ഇത്രയും കൂടി നമുക്ക് വേണം. ഇനി നമ്മുടെ മുന്നിൽ വെറും 14 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. സോ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് അവരോട് കൂടി നമ്മുടെ ചാലഞ്ചിൻ്റെ ഭാഗമാകാൻ പറയുക. എന്നാൽ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഈ ലിസ്റ്റിൽ 6th പ്ലേസിൽ വരുന്നത് നമ്മുടെ സമേഴ്സിൻ്റെ ഡെവിൽ ഫ്രൂട്ടാണ്. ഈ ഒരു ഡെവിൽ ഫ്രൂട്ടിൻ്റെ പേര് ഇബനോമി എന്നാണ്. ഇത് വെച്ച് ത്രോൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് വെച്ച് നമ്മുടെ നീക്കോ റോബിനെയോ അതുപോലെ തന്നെ മറ്റുള്ള സ്ട്രോ ഹാറ്റ്സ്, ജീംബെ, നാമി തുടങ്ങിയിട്ടുള്ള സ്ട്രോ ഹാറ്റ്സിനെയൊക്കെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പോയിന്റ് വരെ ഈ ഒരു ത്രോൺസ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടായിരുന്നു കാണിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ മോൺസ്റ്റർ ട്രിയോ ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ കില്ലിംഗ്ഹാമിൻ്റെ ഡെവിൽ ഫ്രൂട്ടായ കീരൻ ഫ്രൂട്ട്. ഇതിൻ്റെ പേര് എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഇതൊരു മിത്തിക്കൽ സ്വയം ഫ്രൂട്ടാണ്. അതുമാത്രമല്ല, ഇത് വളരെ ബ്രോക്കൺ എബിലിറ്റി ഉള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഈ ഒരു ഡെവിൽ ഫ്രൂട്ട് വെച്ച് ഒരാളുടെ നൈറ്റ് മെയർ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ കില്ലിംഗ്ഹാമിൽ എൽബാഫിലെ ചിൽഡ്രൻസിൻ്റെ നൈറ്റ് മെയർസ് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് വലിയ വലിയ മോൺസ്റ്റേഴ്സ് എൽബാഫ് മുഴുവൻ റാമ്പേജ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു ഡെവിൽ ഫ്രൂട്ട് വൺ പീസിൽ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ നമ്മുടെ ഗോങ്കോൻ്റെ ആറോ നോമി, ഈ ഡെവിൽ ഫ്രൂട്ടും വളരെ ബ്രോക്കൺ തന്നെയാണ്. ഈ ഡെവിൽ ഫ്രൂട്ട് വെച്ച് നമ്മുടെ ചിൽഡ്രൻസിൻ്റെ ഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ നമ്മുടെ ലോക്കിനെയും നമ്മുടെ ഗോങ്കോ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഡെവിൽ ഫ്രൂട്ടിൻ്റെ പവേഴ്സിനെ കുറിച്ച് കൂടുതലൊന്നും നമുക്ക് അറിയില്ല. പിന്നെ ഈ ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ ഷംറോക്കിൻ്റെ സോഡിൻ്റെ ഫ്രൂട്ടാണ്. ഇത് ഒരു മെത്തിക്കൽ സ്വയം ഫ്രൂട്ട് തന്നെയാണ്. മോഡൽ സെർബറസ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഈ ഒരു ഡെവിൽ ഫ്രൂട്ട് വെച്ച് നമ്മുടെ ഷംറോക്ക് ലോക്കിനെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു അറ്റാക്കിന് ശേഷം നമ്മുടെ ലോക്കിക്ക് നല്ല രീതിയിലുള്ള ഡാമേജ് കിട്ടുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ആർക്കിൽ ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡെവിൽ ഫ്രൂട്ട് തന്നെ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇനിയിപ്പോൾ ഷെംറോക്കിന് മാത്രമായിട്ട് വേറെ ഏതെങ്കിലും ഡെവിൽ ഫ്രൂട്ട് പവർ ഉണ്ടോയെന്നും ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ ലിസ്റ്റിൽ ഏറ്റവും പവർഫുൾ ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. നമ്മുടെ ലോക്കിയുടെ ഡെവിൽ ഫ്രൂട്ടായ റിയൂനോമി മോഡൽ നിഡ് ഹോഗർ. നമുക്കറിയാം ഈ ഒരു ഡെവിൽ ഫ്രൂട്ട് വെറും ഒരു ഡെവിൽ ഫ്രൂട്ടല്ല, ഒരു ഗോഡ് ഫ്രൂട്ട് കൂടിയാണ്. ഈ ഡെവിൽ ഫ്രൂട്ട് വളരെ ബ്രോക്കൺ ആണ്. നമ്മുടെ ഏൻഷ്യൻ ടൈമിൽ നമ്മുടെ സൺ ഗോഡുമായിട്ട് വരെ ഇതിൻ്റെ യൂസർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡെവിൽ ഫ്രൂട്ടിനെ ഗോഡ് ഓഫ് വാർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെവിൽ ഫ്രൂട്ടും വളരെ ബ്രോക്കൺ ആയിട്ടുള്ള എബിലിറ്റിയുടെ ഒരു ഡെവിൽ ഫ്രൂട്ട് തന്നെയാണ്. പിന്നെ ഈ ലിസ്റ്റിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നത് നമ്മുടെ ഹിമോസാമയുടെ എബിലിറ്റിയാണ്. ഡെവിൽ ഫ്രൂട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേങ്കിൽ ഇത് ഒരു ഡെവിൽ ഫ്രൂട്ട് തന്നെ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഹിമോസാമയുടെ കയ്യിൽ ഒരു ഗ്രിമ്യൂർ പോലത്തെ ആ പുസ്തകം വെച്ച് നമ്മുടെ ഇമോസാമ ഡോമേറിവസി പോലത്തെ പവർഫുൾ സ്പെൽസ് കാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇത് ഒരു ഡെവിൽ ഫ്രൂട്ട് എബിലിറ്റി ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതും കൂടി കൗണ്ട് ചെയ്യാം. ഇതൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എൽബാഫിൽ ഇതൊരു 6 ഡെവിൽ ഫ്രൂട്ടാണ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വളരെ ബ്രോക്കൺ എബിലിറ്റി ഉള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഒരു ആർക്കിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഡെവിൽ ഫ്രൂട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു ഡെവിൽ ഫ്രൂട്ട് വിട്ടിട്ടുണ്ട്. ഡെവിൽ ഫ്രൂട്ടാണോ ഇല്ലയോ എന്നൊന്നും കൃത്യമായിട്ട് അറിയില്ല. ഡെവിൽ ഫ്രൂട്ട് ആവാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. അത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യും. സോ വീഡിയോ ഇത്രയുള്ള മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.